സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 വാക്യം 14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർ 12 അധ്യായം 14 വാക്യത്തിൽ ദൈവത്തെ കാണുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം കാണുന്നത്. എല്ലാ യുഗങ്ങളിലും എല്ലാ തലമുറകളിലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ചിലരെങ്കിലും ദൈവത്തെ കാണുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി വളരെയധികം പ്രയത്നങ്ങൾ അവർ ചെയ്തിട്ടുമുണ്ട്. തപസ് അനുഷ്ഠിക്കുക, തീർത്ഥാടനങ്ങൾ നടത്തുക, ഇങ്ങനെ ആ പട്ടിക നീണ്ടുപോവുകയാണ്. എന്നാൽ ദൈവത്തെ കാണുവാൻ എന്തു ചെയ്യണം? ഒരു മനുഷ്യന് ദൈവത്തെ കാണുവാൻ സാധിക്കുമോ? വേദപുസ്തകം പറയുന്നു ദൈവത്തെ കാണാൻ കഴിയുമെന്ന്. അതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ പറയുന്നത്, നാം അല്പായുസുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹം, അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം എല്ലാവരോടും എന്നാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, ജോലി സ്ഥലത്തുള്ളവരാകാം, നാം ബന്ധപ്പെടുന്ന മറ്റു സുഹൃത്തുക്കൾ, സ്നേഹിതർ, ചാർച്ചക്കാർ, ഇവരെ എല്ലാവരെയും ചേർത്ത് എല്ലാവരോടും എന്ന പദമാണ് ഇവിടെ കാണുന്നത്. ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരോടും സമാധാനം ആചരിക്കേണ്ടതാണ് എന്നാണ് ഒന്നാമത് പറയുന്നത്. എല്ലാവരോടും സമാധാനമായിരിക്കുക എന്നാൽ അത് കഠിനകരമായ ഒരു കാര്യം തന്നെയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മെ വെറുക്കുന്ന അഥവാ നാം വെറുക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ശുദ്ധീകരണത്തിനായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും സമാധാനമായിരിക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്നാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ്. ആ ദൈവകൃപയില്ലാതെ, ആ ദൈവത്തിൻ്റെ സഹായം കൂടാതെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക അസാധ്യമാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ ശുദ്ധീകരണത്തിന് ദൈവം നൽകിയ അനുഗ്രഹമാണ്. 1 യോഹന്നാൻ 1:7 ഇത് വളരെ വ്യക്തമായി യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന്. യേശുവിൻ്റെ നാമം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മെ ശുദ്ധീകരിക്കുന്നതിനുള്ളതുകൊണ്ട് നാം ചെയ്യേണ്ടത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത് കൂടിയാണ്.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവത്തെ കാണുവാനുള്ള മറ്റൊരു പ്രതിവിധി കൂടെ കാണുന്നുണ്ട്. അവിടെ പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. അതേ പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധിയോടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് യേശുവിൻ്റെ രക്തം വഴി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ കാണുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ, ആമേൻ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. കൃപ കൃപ ഒന്നെന്നാശ്രയമായി, കൃപ കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ